സേമുവിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു റാൻഡം ബീട്രൂട്ട് കറിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു പകുതി ബീട്രൂട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഞാനത് ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. ഒരു പീസ് ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ 2 പീസ് മാങ്ങ, ജസ്റ്റ് ഒന്ന് പുളിപ്പിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് എടുക്കുക. മാങ്ങയ്ക്ക് പകരം പൊതുവെ തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോന് ചെറിയ ചുമയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറുതായിട്ട് 2 പീസ് ചെറിയ പീസ് മാങ്ങ ഉപയോഗിക്കുന്നത്. മോനുള്ളതുകൊണ്ട് തീരെ ഉപ്പ് ഞാൻ ഇടാറില്ല ഇതിൽ. അതിനുശേഷം ഒരു 2-3 ടീസ്പൂൺ തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ കടുകും ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. കുഞ്ഞിന് കൊടുക്കുന്നതായത് നമുക്ക് ഇത് മുഴുവനോടെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഗ്രൈൻഡ് ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ചോക്കിങ്ങിന് സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരല്പം വെള്ളം, 1 കപ്പ് വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവുന്ന വിധത്തിൽ ചെയ്തെടുക്കുക. ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അടുത്ത നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പാൻ നല്ല ചൂടായതിനു ശേഷം നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മിക്സർ നമ്മൾ പാനിലേക്ക് ഒഴിക്കുക. നല്ല വേവും വിധം നമ്മൾ ഇളക്കുക. ജസ്റ്റ് അടിയിൽ പിടിക്കാണ്ട് നോക്കിയാൽ മാത്രം മതി. ഒരു 5-6 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ട് സെർവ് ചെയ്യാം നമുക്ക്. സത്യം പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടത്തില്ല എന്നാണ് ഞാൻ കരുതിയത്. അവന് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം അവൻ കഴിക്കുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.